ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണേ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറേ പുല്ലൊക്കെ കിളിച്ചിട്ടുണ്ട് മുറ്റത്ത്. അപ്പോൾ കുഞ്ഞ് കളിക്കുന്ന സ്ഥലം കൂടി ആയതുകൊണ്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. മഴ പോയിട്ടില്ല, എന്നാലും മഴ വരുന്നതിന് മുമ്പ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഭാഗത്ത് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ദർശുട്ടനാണെങ്കിൽ എല്ലാം പിച്ചി കളയുന്നു. അതുകൊണ്ട് ഞാൻ മതിലിൻ്റെ മണ്ടയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ ചെടികളിലും നല്ല രീതിക്ക് കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കര പ്രാന്തായിരുന്നു കേട്ടോ ചെടിയൊക്കെ വളർത്തുന്നതിൽ. ഇപ്പം മാറി, പനിയൊക്കെ വന്നതിന് ശേഷം പിന്നെ നോക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ടായിരുന്നു. ചെടിക്ക് നല്ല രീതിക്ക് എല്ലാം വളർന്നിട്ടുണ്ട്. മഴ സമയത്ത് കൂടുതലും വൃത്തിയാക്കാൻ മടിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, അട്ടയൊക്കെ കാണുന്നത് കൊണ്ടാണ്. ഇവിടെയാണെങ്കിൽ അട്ടയും ഒച്ചുമൊക്കെ കൂടുതലാണ്. അപ്പം അട്ടയെ കാണുമ്പോൾ തന്നെ എനിക്കങ്ങ് മേല് വരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് ഇറങ്ങി. പിന്നെ കൂടെ ഒരാളും കൂടി ഉണ്ടായി രസമല്ലേ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ മോനുള്ളതുകൊണ്ട് ഞാനിത് ഹാപ്പി ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് മുറ്റമൊക്കെ ഉള്ളു വൃത്തിയാക്കാനായിട്ട്. പക്ഷേ വഴിയാണ് പാട്. വഴിയിൽ പെട്ടെന്ന് കാടാവും. നീണ്ടു കിടക്കുന്നൊരു വഴിയാണ്. അപ്പോൾ വഴി വൃത്തിയാക്കാനാണ് കൂടുതലും പാട് വരുന്നത്. ഈ സൈഡിൽ മാത്രം ചെടി വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിലും മഴയെല്ലാം കിട്ടുന്ന ഈ ഒരു സൈഡിൽ മാത്രമാണ്. ബാക്കി മേളിൽ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്, ടെറസ് പോലെ പണിഞ്ഞു വെച്ചിരിക്കുക. അപ്പം അതുവഴി വെള്ളവും വെയിലൊന്നും കിട്ടൂല. ഈ ഒരു സൈഡിൽ മാത്രമാണ് വെയിൽ കിട്ടുന്നത്. ചെടിച്ചട്ടിയൊക്കെ പൊക്കുമ്പോൾ തന്നെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അത് മഴയിലൊക്കെ കുതിർന്നാന്ന് തോന്നുന്നു, എല്ലാം നശിച്ചു പോയി. ഇനി കുറച്ച് നാളൊന്നും ചെടിയൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒരാളുണ്ട്, അപ്പോഴത്തേനും അയാളെല്ലാം പറിച്ചു കളയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല. ഉള്ളത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ ആളെ പേടിച്ച് ഞവരയുടെയൊക്കെ കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു, അത് ഞാൻ മണ്ടയിൽ വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടിയിൽ ചെളിയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. കഴുകി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. മോനാണെങ്കിൽ ക്യാമറ കണ്ടപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരമാണ് കണ്ടത്. പുല്ലൊക്കെ പറിച്ച് മാറ്റിയപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് വൃത്തിയായി. പിന്നെ ചെടിയൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ കാട് പോലെ നിൽക്കുന്നത് ഞവരയാണ്. ഒരു ചെറിയൊരു തൈ നട്ടേ ഉള്ളൂ. മഴയായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ വളർന്നിട്ടുണ്ട്. മോനാണെങ്കിൽ ഞവര കാണുമ്പോഴത്തേനും ഞാനും ഒരു വട്ടം തലയിൽ ഇങ്ങനെ തേച്ച് കൊടുത്തതാട്ടോ ഞവര. പനിക്കൊക്കെ നല്ലതല്ലേ. അപ്പോഴത്തേനും ആൾ പിന്നെ അത് എപ്പോഴും അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. തനിയെ പോയി പിച്ചിട്ട് തലയിലൊക്കെ തേക്കും. ഞവര പിന്നെ കുറച്ച് കട്ട് ചെയ്ത് കളയണം. കാട് പോലെ നിൽക്കുന്നതുകൊണ്ട് ഒരു വൃത്തിക്കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കറ്റാർ വാഴയിലൊക്കെ അത്യാവശ്യം കാട് പിടിച്ചിട്ടുണ്ട്. അതെല്ലാം വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി തൂത്തുവാരണം. തൂത്തുവാരിയിട്ട് ഇനി അകമൊക്കെ വൃത്തിയാക്കാനുണ്ട്. അകം വൃത്തിയാക്കണമെങ്കിൽ മോനെ ഉറങ്ങണം. മോനെ ഉറക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കിയിട്ടൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഫ്രണ്ടൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി അടുത്തത് അകത്തെ പരിപാടിയാണ്. അപ്പോൾ അകത്ത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെരുപ്പാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. അകത്തും വെക്കാൻ പറ്റത്തില്ല, പുറത്തും വെക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഈ ചെരുപ്പ് ഇരിക്കുന്നത്. ഇത് പോകുമ്പോൾ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ കുറച്ച് പഴയതൊക്കെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രോക്സ് ആണ് കൂടുതലും പുറത്ത് പോകാൻ ഉപയോഗിക്കുന്നത്. എത്രയൊക്കെ അടുക്കി വെച്ചാലും പിന്നെ പഴയ കണക്കാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഷോയ്ക്കൊന്നും അടുക്കി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇനി ഷൂ റാക്കൊക്കെ മേടിച്ച് വെക്കണം. അതാകുമ്പോഴത്തേനും പിന്നെ ആ സ്റ്റാൻഡ് കണക്ക് അങ്ങ് ഇരിക്കുമല്ലോ. വീടിൻ്റെ ഫ്രണ്ടിൽ മുകളിൽ ഇങ്ങനെയാണ് വരുന്നത്. മോന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് കുളിപ്പിച്ച് ഉറക്കിയിട്ടുണ്ട്. എന്നിട്ടിന് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ അകമൊക്കെ അങ്ങ് തൂത്ത് വരണം. തുടയ്ക്കാനുണ്ട്. 2 ദിവസം കൂടുമ്പോൾ തുടയ്ക്കും. കാര്യം കുഞ്ഞുള്ള വീടായതുകൊണ്ട് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാകില്ല, അതങ്ങനെ തന്നെയാണ്. മോൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ ഈ സോഫയുടെ സൈഡിലായിട്ടാണ് വെക്കുന്നത്. ഇതാകുമ്പോൾ മോന് പെട്ടെന്ന് എടുത്ത് കളിക്കാലോ എന്നൊരു വിധത്തിലാണ് ഫ്രണ്ടിൽ തന്നെ വെക്കുന്നത്. കളിപ്പാട്ടത്തെക്കാളും കൂടുതൽ കളിക്കുന്നത് അടുക്കളയിലെ പാത്രങ്ങൾ വെച്ചിട്ടാണ്. ഞാൻ ഈ അടുക്കി വെക്കുന്നതൊക്കെ ചുമ്മാതെയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം വാരി വലിച്ചിടാനുള്ളതാണ്. ആ സൈഡിലും കൂടി ഒന്ന് അടിച്ചു വരുന്നുണ്ട്.
എത്ര തൂത്താലും മണ്ണ് എവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. ആകെ ഞാനും മോനേ ഉള്ളൂ, പുറത്തിറങ്ങാറുമില്ല അങ്ങനെ. തൂത്തൊക്കെ വാരിക്കഴിഞ്ഞു. ഇനി തുടയ്ക്കാനായിട്ട് പോവുകയാണ്. തുടയ്ക്കാനായിട്ട് മോപ്സിൻ്റെ ഈ ഒരു ലോഷനാണ് ഉപയോഗിക്കുന്നത്. നല്ല മണമാണ്, നാരങ്ങയുടെ നല്ല മണമായിരിക്കും, പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയും ആവും. അപ്പോൾ ഇത് നമ്മളൊരു കോംബോ പാക്കിൽ മേടിച്ചതാണ്. 4 സാധനങ്ങൾ കോംബോ ആയിട്ട് വരുന്നതാണ്. വെറും 250 രൂപ അങ്ങോട്ടേ ആയിട്ടുള്ളൂ. ദർശൂട്ടൻ ഉറങ്ങിയതുകൊണ്ട് എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നു. പിന്നെ ആളുണ്ടെങ്കിൽ തുടയ്ക്കാൻ ഒട്ടും പറ്റൂല. തുടയ്ക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഒരു പണി കിട്ടുന്നത്. തുടപ്പെല്ലാം കഴിഞ്ഞ് ഇനി ടേബിൾ സെറ്റാക്കുവാണേ. ഞങ്ങളിവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാറില്ല, ഫ്രണ്ടിലിരുന്നാണ് കഴിക്കുന്നത്. അതാകുമ്പോൾ TV ഒക്കെ കണ്ട് കഴിച്ചുകൊണ്ടങ്ങ് ഇരുന്നോളും. ഇവിടെ പിന്നെ ഗസ്റ്റായിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനുമാണ് ഇവിടെ ഇരുത്തുന്നത്. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീടൊക്കെ കുറച്ച് പാടായിരിക്കും മാനേജ് ചെയ്യാനൊക്കെ. അപ്പം പൊട്ടുന്ന സാധനങ്ങളായാലും എല്ലാം ഞാൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. തറയൊക്കെ ഉണങ്ങി ഇനി സെറ്റ് ചെയ്യുവാണേ. സോഫയുടെ കവറും കൂടി വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിവിടെ നേരത്തെ ഉള്ള കവറൊക്കെയാണ്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ ഇടുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഇടാറില്ല. മോനാണെങ്കിൽ ഇട്ടാലും ഇതൊക്കെ വലിച്ചിളക്കി കളയും, അതുകൊണ്ട് ഇടാറില്ല. ഇപ്പം തന്നെ ഇടുന്നതും ചുമ്മാതെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. എത്രത്തോളം വൃത്തിയായെന്ന് അറിയത്തില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് വീട് വൃത്തിയായി കിടന്നില്ല ഒരു മനസ്സമാധാനം കാണത്തില്ല, ഒന്ന് കിടക്കാൻ പോലും തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം വീടൊക്കെ വൃത്തിയാക്കിയിട്ടേ എന്താണെന്ന് വെച്ചാൽ ചെയ്യത്തുള്ളൂ. അടുത്തത് റൂമാണ്. റൂമിൽ വേറെ പരിപാടിയൊന്നുമില്ല, തൂത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം സെറ്റായിരിക്കുകയാണ്. റൂമിൽ വലിയ വൃത്തികേട് വരത്തില്ല. ഞങ്ങൾ കൂടുതലും ഹോളിലാണ് ഇരിക്കുന്നത്. അപ്പം ഉറങ്ങാനൊക്കെ മാത്രമാണ് റൂമിലിരിക്കുന്നത്. അടുത്ത അടുക്കളയിലോട്ടാണ്. അപ്പോൾ അടുക്കളയിൽ ഈ മിക്സിയുടെ ജാറൊക്കെ താഴെയാണ് വെച്ചിരുന്നത്. താഴെയുടെ എലിശല്യം കാരണം ഞങ്ങൾ പിന്നെ മുകളിലോട്ട് വെച്ചു. അപ്പം ഞാനാണെങ്കിൽ ഒരു സ്റ്റാൻഡുണ്ടായിരുന്നു, ആ സ്റ്റാൻഡിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും കുറച്ച് വൃത്തിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇതിലാകുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇങ്ങനെ തന്നെ വാടാതെ നിന്നോളും. ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഇതിന് വെള്ളം ഒഴിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല വളർന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടിരുന്നായിരുന്നു. 2 സെപ്പറേറ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ പാത്രമൊക്കെ കഴുകാനും പിന്നെ അപ്പുറത്താണ് വർക്ക് ഏരിയ വരുന്നത്, അവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. രാവിലെ കിട്ടിയ പണിയാണ് ഇത്. കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പം കുക്കറിൽ നിന്ന് കഞ്ഞിവെള്ളം പുറത്തോട്ട് വന്നു, അങ്ങനെ വെള്ളം കിട്ടിയതാണ് ഗ്യാസിൽ. അതൊക്കെ ഞാൻ തുടർച്ച മാറ്റുന്നുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞു. രാവിലെ തൊട്ട് ഞാനൊന്നും കഴിക്കാതെയാണ് ഇത്രയും ചെയ്തത്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കണം. സത്യം പറയാലോ, ജോലിയിലൊക്കെ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും എനിക്ക് പോകുന്നത് ഇഷ്ടമല്ല, കഴിക്കുന്ന പോലും ഇഷ്ടമല്ല. അതാണ് എൻ്റെ ഒരു സ്വഭാവം. ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.